10 വർഷമായിട്ട് കോൺഗ്രസ് UDF പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഈ തവണത്തെ ഒരു തിരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിനെ UDF-നെയൊക്കെ സംബന്ധിച്ച് ഒരു ഉയിർപ്പായിരിക്കുമോ? അല്ല, വളരെ പ്രത്യാശ പകരുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ നിരവധിയായ ആളുകളുമായി ബന്ധപ്പെടാനും തെരഞ്ഞെടുപ്പിൻ്റെ ഫുൾ ടൈം എന്ന് വെച്ചാൽ 24 മണിക്കൂറുകൾ മാത്രമേ മാറ്റിവെക്കുന്നുള്ളൂ. അതുപോലുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലാണ്. അപ്പം മുമ്പ് നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും ക്യാമ്പയിനുകളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. കാരണം ഒരു മാറ്റത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. കേരളം മാറണം. കേരളത്തിൽ ഇതുപോലെ പോയാൽ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോകുന്നു. അവർക്ക് ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ നിയമവാഴ്ച തകരുന്നു. ഗുണ്ടകളും മാഫിയകളും ഈ ക്രമസമാധാനം കയ്യിലെടുത്ത് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ വലുതാണ്. അപ്പോൾ അതിനെയൊന്നും ഫലപ്രദമായി ഇല്ലായ്മ ചെയ്യാനോ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കേരളത്തിലെ മറ്റൊന്നുമില്ലെങ്കിലും സമാധാനമായി ജീവിക്കാൻ കഴിയുന്നൊരു നാട്, പരസ്പര വിശ്വാസവും സൗഹൃദവും പുലരുന്ന ഒരു നാട്, വിവിധ മതവിശ്വാസങ്ങൾ ഒരു കുടുംബം പോലെ പരസ്പരം ആഘോഷിച്ചും ആചരിച്ചും എല്ലാത്തിലും പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു നാട്. ആ നാടിനെ മാറ്റിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്ന്. പക്ഷേ ആ നാട് അങ്ങനെയായിരിക്കണം, കേരളം ഈ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളം ആ മാറ്റത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് കേരളത്തിൽ UDF-ന് വേണ്ടിയാണ്. ആ മാറ്റം UDF-ന് അനുകൂലമായി വരും. ഇവിടെ ഉയർപ്പ് ഉണ്ടായ ഒരു പ്രത്യാശ പോലെ ഈ 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ പ്രത്യാശ UDF-ന് അനുകൂലമായിരിക്കും. വലിയൊരു വിജയം നേടി ഞങ്ങൾ ആ പുതിയ പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.